ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഒരു ഹെയർ വാഷ് റുട്ടീനാണ്. നിറയെ താരനായിട്ടുണ്ട് തലയിലൊക്കെ നിറയെ. അപ്പോൾ എങ്ങനെയാണ് ഹെയർ വാഷ് റുട്ടീൻ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നിറയെ വൈറ്റ് പാച്ചസ് ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു വൈഡ് കോമ്പെടുത്ത് ഹെയർ ഫുള്ള് ജട കളയാം. ആദ്യം ബോട്ടം, അതായത് മുടിയുടെ തുമ്പിലുള്ള ജട മൊത്തവും കളഞ്ഞതിന് ശേഷം അങ്ങനെ മുകളിലോട്ട് കോമ്പ് ചെയ്ത് അതായത് ജെൻറ്റിലായിട്ട് നമ്മൾ മുടിയുടെ ജട കളയാം. അതിന് ശേഷം മാത്രമേ ഓയിൽ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഓയിൽ ചെയ്യുന്ന സമയത്ത് മൊത്തം ഓയിലും ഹെയറിൻ്റെ സ്ട്രാൻഡ്സിൽ മാത്രമാവും, സ്കാൽപ്പിലോട്ട് ഓയിൽ കിട്ടില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയാണ് കേട്ടോ ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല കാച്ചിയ വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിൽ. കുറച്ചെടുത്ത് ആദ്യം ചെറിയ പാർട്ടീഷനായിട്ട് എടുക്കുക. അതിലോട്ട് സ്കാൽപ്പിലോട്ട് എത്തുന്ന രീതിക്ക് എണ്ണ നല്ലോണം തേച്ച് മസാജ് ചെയ്യുക. മസാജിങ് ആണ് മെയിൻ. ഈ എണ്ണ തലയ്ക്കുള്ളിൽ മീൻസ് സ്കാൽപ്പിലോട്ട് അബ്സോർബ് ആവണമെങ്കിൽ, ബ്ലഡ് സർക്കുലേഷൻ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസാജ് ചെയ്താലേ അതിന് ഫുൾ എഫക്റ്റ് കാണുള്ളൂ. എപ്പോഴും മസാജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ സമയം കിട്ടുന്ന സമയത്ത് ഓയിൽ ചെയ്യുന്ന സമയത്ത് മസാജ് ചെയ്യാൻ വേണ്ടി നോക്കുക. ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻലി ഈ എണ്ണ ഒരു സ്പൂണിലോ പാത്രത്തിലോ എടുത്ത് കുറച്ച് ചൂടാക്കി ഇളം ചൂടിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് നമുക്ക് കിട്ടും. ഹോട്ട് ഓയിലാകുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ കൂട്ടി ഓയിൽ ഫുൾ അബ്സോർബായി കുറച്ചും കൂടെ ഒരു ഹെയർ ഗ്രോത്ത് എൻഹാൻസ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമുക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധാ എണ്ണ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാനൊരു മടിച്ചിയാണ്. അപ്ലൈ ചെയ്ത് ഫുള്ള് മസാജ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ നെക്ക് പോർഷൻ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ മുടി മൊത്തം താഴോട്ടിട്ട് ഇൻവേർഷൻ മെത്തേഡിൽ നമ്മൾ മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടി കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ്സ്, ഞാനൊരു 10 മിനിറ്റ്സാണ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസ് യു ക്യാൻ ഡു. അപ്പോൾ ഇത് ഞാൻ കുളിച്ച് വന്നിട്ടുള്ളതാണ്. ഹെയർ സെറം ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിച്ചു ഹെയർ നല്ലവണ്ണം വാഷ് ചെയ്ത് എയർ ഡ്രൈ ചെയ്തതാണ്. പിന്നെ ബ്ലോ ഡ്രൈ അങ്ങനെയുള്ള ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ഹെയർ ഡ്രൈ ആയതിനു ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.